നമ്മൾ ഇപ്പോൾ ജെറുസലേമിലാണ്. എനിക്കിപ്പോൾ പട്ടണം നന്നായി അറിയാം. അതിൻ്റെ തെരുവുകളും പടിവാതിലുകളും എനിക്ക് പരിചിതമായി. പട്ടണത്തിൽ പ്രവേശിച്ച ഉടനെ അവർ ദേവാലയത്തിലേക്കാണ് പോകുന്നത്. കഴുതകൾക്ക് തീറ്റ കൊടുത്ത ശേഷം അവയെ ഒരാലയിൽ കൊണ്ടുപോയി കെട്ടുന്നു. ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവയ്ക്കാൻ വന്നപ്പോൾ ഈ ആലയിൽ തന്നെയാണ് ജോസഫ് കഴുതയെ കെട്ടിയത്. അവർ ദേവാലയത്തിൽ ആരാധന നടത്തിയ ശേഷം പുറത്തു വന്ന് ഒരു വീട്ടിലേക്ക് പോകുന്നു. അവർക്ക് പരിചയമുള്ളവരുടെ വീടാണ്. അല്പം ലഘുഭക്ഷണം കഴിച്ച ശേഷം മേരി വിശ്രമിക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ജോസഫ് വൃദ്ധനായ ഒരു ചെറിയ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഈ മനുഷ്യൻ ആ വഴിക്കാണ് പോകുന്നത്. ഇനിയുള്ള നീണ്ട വഴി മേരി ഒറ്റയ്ക്ക് പോകേണ്ട. എനിക്ക് ഇയാളെ നന്നായി അറിയാം. ആൾ വിശ്വസ്തനാണ്.